തുടക്കങ്ങൾക്കെന്നും ദൈവിക കരുതലുകൾ ഉണ്ടായിരിക്കും. ദൈവം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവം അത് പൂർത്തീകരിച്ചിരിക്കും. അതിനിടയ്ക്ക് കാറ്റടിക്കും, കോളുണ്ടാകും, തിരമാലയിളകും, വെള്ളം പൊങ്ങും, പടക് മുങ്ങുമെന്ന് വരെ തോന്നും. എന്നാൽ ദൈവം തന്നെ ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കൂടെ ദൈവമുണ്ടെങ്കിൽ, അക്കരയ്ക്ക് കൊണ്ടുപോകാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ പാതി വഴിയിൽ തകരില്ല. നിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അവൻ നിന്നെ അക്കരെ എത്തിച്ചിരിക്കും. എന്തെന്നാൽ ദൈവശബ്ദത്തിനും അതിന്റെ നിവർത്തിക്കുമിടയിലുള്ള സമയം നീ ദൈവത്തിന്റെ കയ്യിലാണ്. ജോസഫേ, എല്ലാവരുടെയും മുൻപിൽ ദൈവം തന്നെ ഉയർത്തുമെന്ന ദൈവശബ്ദം നീ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിവർത്തീകരിക്കുന്നതിനിടയിൽ എതിരാളികൾ പൊട്ടക്കിണറിലേക്ക് നിന്നെ വലിച്ചെറിഞ്ഞാലും, പൊത്തിപ്പന്റെ വീട്ടിൽ നീ ചെയ്യാത്ത കുറ്റത്തിന് അപമാനിക്കപ്പെട്ടാലും, അതിന്റെ പേരിൽ കാരാഗ്രഹത്തിൽ നീ അടയ്ക്കപ്പെട്ടാലും നീ തകരില്ല. കാരണം ദൈവശബ്ദത്തിനും അതിന്റെ നിവർത്തിക്കുമിടയിലുള്ള സമയം നീ ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതനാണ്. നീ കടന്നു പോകുന്ന വഴിയിൽ വെളിപ്പെടുന്ന എല്ലാ പ്രതിസന്ധികളിലും നിന്റെ കൺട്രോൾ ദൈവത്തിന്റെ കയ്യിലാണ്. നിന്റെ വിഷയങ്ങൾക്ക് മറുപടി കിട്ടുവാൻ, ആ വിഷയങ്ങൾക്ക് ഒരു വിടുതലുണ്ടാകുവാൻ നിന്നേക്കാൾ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ഒരു പരിശുദ്ധാത്മാവ് നിന്റെ കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുന്നു, ഞാൻ അവരുടെ പേര് ചൊല്ലി അവരെ വിളിച്ചിരിക്കുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. സ്നേഹിത, ഭയപ്പെടേണ്ട, ദൈവം നിന്റെ കൂടെയുണ്ട്. അവന് നിന്നെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. അതിന്റെ പൂർത്തീകരണത്തിനായി അവന്റെ കരം ഇന്നും നിനക്ക് വേണ്ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ്.